ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് കത്തിച്ചതാരാണെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല മോളെ. അത് കത്തിച്ചതാരാണെന്ന് എനിക്കറിയാം. മോളെ. അതെ അച്ഛൻ. ഹലോ, എന്ത്? അച്ഛാ, നമ്മൾ കേസ് ജയിച്ചു. വിദ്യമോളെ, നമ്മൾ കേസ് ജയിച്ചു. അമ്മേ, നമ്മൾ കേസ് ജയിച്ചു. അച്ഛന്റെ വിജയവാർത്ത കേൾക്കാൻ ഞങ്ങൾ കൃത്യസമയത്ത് എത്തിയല്ലോ, അല്ലേ അമ്മേ? അതെ, കൃത്യസമയത്ത് എത്തിയെന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. വന്ദന വലതുകാലി വെച്ച് വീടിനകത്തേക്ക് കേറിയപ്പോഴാ കേസ് വിജയിച്ചു എന്ന് ജിതേന്ദ്രൻ പറഞ്ഞത്. ആ സ്വാമിജി വന്ദനയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? അത് അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയും ചെയ്തു. മനസ്സിൽ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നവളാണ് ഇവൾ. ഇവളുടെ സാന്നിധ്യം ഈ ഭവനത്തിലെ തീരാശാപങ്ങളെ തടയുന്നു. ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ജയിച്ചതിന്റെ സർവ്വ ക്രെഡിറ്റും വന്ദന കൊണ്ടുപോകും. അത് വേണ്ട. അച്ഛൻ കേസ് ജയിച്ചത് വന്ദനയുടെ ഭാഗ്യം കൊണ്ടൊന്നുമല്ല, അപ്പച്ചിയുടെ ഭാഗ്യം കൊണ്ടാ. അപ്പച്ചി ഈ വീട്ടിൽ വന്നതിന്റെ ഐശ്വര്യം കൊണ്ടാ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എനിക്കിപ്പോ ഭാഗ്യരാശികളെല്ലാം മുഖത്തോട് മുഖം നോക്കുന്ന സമയാ. വെറുതെ വീമ്പിളക്കാതെ നാഥുനെ. ഈ കേസ് തോക്കുന്നെങ്കിൽ അതിന് കാരണക്കാരി വന്ദനയാണെന്ന് നാത്തും പല തവണ പറഞ്ഞതേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ജയിച്ചതിന്റെ ക്രെഡിറ്റും വന്ദനയ്ക്ക് തന്നെ അവകാശപ്പെട്ടതല്ലേ? നാവടക്കടി. നേരത്തെ അതെ, എന്റെ കേസ് ജയിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ചേച്ചിക്കോ വന്ദനയ്ക്കോ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ. എന്റെ പരാജയ വാർത്ത കേട്ടിട്ട് പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്ന കുറെ എംബോക്കികളുണ്ട്. അവനെയൊക്കെ വിളിച്ച് 2 പറയട്ടെ ഞാൻ. മോനെ, വന്ദന വരുന്നത് വരെ അച്ഛൻ തോറ്റുപോകുന്നുള്ള പല്ലവി മാത്രമേ ഇവിടെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ജയിച്ചെന്ന് കേൾക്കാൻ വന്ദന വലതുകാല് വെച്ച് ഇവിടെ കേറേണ്ടി വന്നു. ഇവളൊരു ഭാഗ്യരാശി ഉള്ളവള് തന്നെയാടാ. താങ്ക് യു. സോറി, ഞാൻ പാർട്ടിക്കാരെയൊക്കെ വിളിച്ച് ഈ സന്തോഷ വാർത്ത ഒന്ന് അറിയിക്കട്ടെ. ദിയമോളെ,
മോളെ വാ വാ മോളെ. ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ച് കുറച്ച് ലഡു ഓർഡർ ചെയ്യാം. ആ അയ്യോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. ക്രെഡിറ്റ് മുഴുവൻ ആ മൂദേവി അടിച്ചെടുത്ത് കളഞ്ഞല്ലോടി. നമുക്കതൊക്കെ പൊളിച്ചെടുക്കാം അപ്പച്ചി, വിഷമിക്കാതെ. ഉം. അച്ഛാ, എന്താ മോളെ? അച്ഛൻ എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഉം. ഒരിക്കലും നടക്കാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ചങ്ങനെ ഇരിക്കുക. ചിലപ്പോ സങ്കടം കൂടും, ചിലപ്പോ മനസ്സിന്റെ ഭാരം ഇറങ്ങിപ്പോകും. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മോള് പറ. ഞാനിപ്പോ ഇത് പറയുന്നത് തന്നെ ശരിയാണെന്ന് എനിക്ക് അറിയില്ല അച്ഛ. ഈ കാര്യം അച്ഛനും ഞാനും മാത്രമേ അറിയാവൂ. മറ്റാരോടും ഇത് പറയരുത്. ഇല്ല, മോള് കാര്യം പറ. അച്ഛനില്ലാതെ വളർന്നവളാ ഞാൻ. ഇവിടെ വന്ന് കയറിയപ്പോഴാ ഒരച്ഛന്റെ സ്നേഹം ഞാൻ അറിയുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ച അത് അച്ഛനാണെന്ന് ഞാൻ പറയൂ. മോളെ, നിന്നെ ഞാനും ചന്ദ്രുവും മരുമോളായിട്ടല്ല കണ്ടിട്ടുള്ളത്, ഞങ്ങൾക്ക് ജനിച്ച മോളായിട്ടാ. എന്റെ 4ാമത്തെ മോളാ നീ. അച്ഛ, മോളെന്താ പറയാൻ വന്നത്? ഓട്ടോയുടെ പണം തിരികെ കൊടുക്കണ്ടേ? ഉം. അച്ഛന്റെ ഓട്ടോ കത്തിപ്പോയില്ലേ? അത് കത്തിച്ചതാരാണെന്ന് കണ്ടുപിടിച്ചോ? ഇല്ല മോളെ. അത് കത്തിച്ചതാരാണെന്ന് എനിക്കറിയാം. മോളെ, അതെ അച്ഛ, അത് കത്തിച്ചയാളെ എനിക്കറിയാം. ആ ഓട്ടോ കത്തിച്ചത് എന്റെ ഭർത്താവ്. അതെ, അച്ഛന്റെ മകൻ പ്രകാശേട്ടൻ.